Dear my students, hope all of you are fine and safe at your home. I know that you are very happy to be in SSLC class. നിങ്ങളിപ്പോൾ SSLC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ SSLC ക്ലാസ്സിലെ കുട്ടികളാണ്. SSLC പരീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടി വരില്ല. കാരണം തൊട്ടു മുന്നേയുള്ള ദിവസങ്ങളിലായി നടന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിലും നിങ്ങൾക്ക് SSLC ക്ലാസ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഈ കുറച്ചു കാലം മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയത്. SSLCയെ സംബന്ധിച്ചിടത്തോളം A+ വാങ്ങുക എന്നുള്ളത് ഒരിക്കലും ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. തുടക്കം മുതൽ തന്നെ പരിശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ലക്ഷ്യസ്ഥാനമാണ് A+ എന്ന് പറയുന്നത്. അതിനുവേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ തൊട്ടു മുന്നേയുള്ള ദിവസങ്ങളിലായി നിങ്ങൾക്ക് തുടങ്ങിയ ഓൺലൈൻ ക്ലാസ്സുകൾ മുതൽ തന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല അറ്റൻഷനോടും കൂടി പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം SSLCയിൽ A+ വാങ്ങുക എന്നുള്ളത് അത് ഏത് വിഷയത്തിലാകട്ടെ, ഈവൻ മാത്സിൽ വരെ നിങ്ങൾക്ക് A+ വാങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി വരും. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സാണ്. ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLCയിലെ ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ തുടക്കം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അതല്ലെങ്കിൽ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബയോളജിയിൽ A+ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചില ആളുകൾ ഒന്നാമതായി പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമതായി പറയുന്നത്, മൂന്നാമതായി പറയുന്നത് ബയോളജി. കാരണം അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും അതല്ലെങ്കിൽ അത് ഓർത്തു വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ കാര്യം, അത് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചും നമ്മളെ ചുറ്റുപാടിലുള്ള ജീവികളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും അഥവാ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാനും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് പഠിക്കാൻ വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ SSLCയിലെ 8 പാഠഭാഗങ്ങളും വേണ്ട രീതിയിൽ ക്ലാസ്സുകൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നോട്ടുകളും അതുപോലെ തന്നെ മെറ്റീരിയലുകളൊക്കെ വളരെ അറ്റൻഷനോടുകൂടി നിങ്ങൾ അതിൻ്റെതായ ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ ബയോളജിയിൽ A+ വാങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ബയോളജിയിൽ A+ വാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ തൊട്ടു മുന്നേയുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് SSLC. നമുക്ക് പാഠഭാഗത്തിലേക്ക് SSLCയിലെ ഒന്നാമത്തെ ബയോളജിയിലെ പാഠഭാഗം സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് ഓർഗൻ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ പഠിച്ച ഒരു ഓർഗൻ സിസ്റ്റമായിരുന്നു നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് 1ാം പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പാഠത്തിന്റെ പേരാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ്. നമുക്ക് പാഠത്തിന്റെ ഹെഡിങ്ങിലേക്ക് തുടങ്ങാം. സെൻസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ, നമ്മളെ ഹ്യൂമൻ ബോഡിക്ക് ഉണ്ടാവുന്ന അറിവുകളെയാണ് നമ്മൾ സെൻസേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് അറിവുകൾ? നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് അറിയുന്ന അറിവുകളല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പകരം പുറത്ത്, വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ശക്തമായ ചൂട് അനുഭവപ്പെടാറുണ്ട്. അത് നമ്മളെ ശരീരം മനസ്സിലാക്കുക. സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസ് നല്ലോണം ഉള്ള സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടാറുണ്ട്. എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്കിന്നിൽ ചൂട് എന്നഥവാ ടെമ്പറേച്ചർ, ഹോട്ട് അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്ന സാധനം നമ്മളെ ശരീരത്തിന് മനസ്സിലാകും. വളരെ ഇത്തരം അറിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് റെസ്പോൺസ്, ഈ ചൂട് മാത്രമല്ല, ഹോട്ട്, കൂള്, ടേസ്റ്റ് ഒക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? സെൻസേഷൻസിൽ ഉൾപ്പെടുത്താം. റെസ്പോൺസസ് എല്ലാ സമയത്തും ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ അതല്ലെങ്കിൽ അധിക സമയങ്ങളിലും ബോഡിക്ക് ഉണ്ടാവുന്ന സെൻസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ ബോഡിക്ക് ഉണ്ടാവുന്ന സെൻസേഷന് നോക്കിയിട്ട് ബോഡി എന്ത് ചെയ്യാറുണ്ട്? റെസ്പോണ്ട് ചെയ്യാറുണ്ട്. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കാറ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റെസ്പോൺസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വളരെ എളുപ്പമുള്ളൊരു ഉദാഹരണം പറയാം.
ഒരു നമ്മൾ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്തോ മറ്റോ തീ നമ്മളെ കയ്യിൽ തട്ടുകയും നല്ല ഹോട്ടായിട്ടുള്ള ഒരു സാധനം നമ്മളെ കയ്യിൽ നമ്മളെ കയ്യിൽ തട്ടുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുകയും നമ്മൾ കൈ അവിടുന്ന് വിഡ്രോ ചെയ്യാറുണ്ട് അല്ലെ. അവിടെ എന്താ സംഭവിച്ചത്? അവിടുത്തെ സെൻസേഷൻ ഏതാണ്? ഹീറ്റാണ്. ആ സെൻസേഷൻ നമ്മളെ ബോഡിമ തട്ടി. ആ സെൻസേഷൻ ബോഡിമ തട്ടിയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതാണ് ഈ പാഠത്തിന്റെ ഏറ്റവും ചുരുക്കത്തിലുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ്. ബോഡിക്ക് ഉണ്ടാകുന്ന സെൻസേഷൻസും ആ സെൻസേഷന് അനുസൃതമായ രീതിയിൽ ബോഡി റെസ്പോൺസ് ചെയ്യുന്നതുമാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് നെർവസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ട് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനോട് നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്സർവ് ചെയ്ത ഒബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുണ്ടായതുകൊണ്ടാണ്? ഈ നെർവസ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് മെറ്റീരിയൽസ് അത് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ കഴിയുന്നു, ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നു. ഈ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നതും എന്തുകൊണ്ടാണ്? സെൻസേഷൻസ് ഉണ്ടായതുകൊണ്ടാണ്. ഈ സെൻസേഷൻസ് ചെന്ന് റെസ്പോൺസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് മനസ്സിലാവാൻ കഴിയുന്നത്. ദെൻ എന്തെങ്കിലും അറോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്മെല്ലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ മണക്കുമ്പോൾ നമുക്കത് അതിന്റെ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ഇത് ഇന്ന സ്മെല്ലുള്ള സാധനമാണെന്ന് മനസ്സിലാവുന്നത് എന്തുണ്ടായതുകൊണ്ടാണ്? സെൻസേഷൻസ് ഉണ്ടായതുകൊണ്ടാണ്. അഥവാ ഹ്യൂമൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സെൻസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമൺലി വി ഹാവ് 5 സെൻസേഷൻസ്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് 5 സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ സെൻസേഷൻസ് ആണ് കോമൺ ആയിട്ട് നമുക്ക് ഉള്ളത്. ഈ സെൻസ് ഓർഗൻസിനെ വരെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റം. ബ്രെയിനിന്റെ അണ്ടറിലാണ് ഈ നെർവസ് സിസ്റ്റം വരുന്നത്. നെർവസ് സിസ്റ്റം ആണ് ഇതിനെ പിന്നീട് കൺട്രോൾ ചെയ്യുന്നത്. ഓവറോൾ കൺട്രോൾ ബ്രെയിൻ ആണ്. അഥവാ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ആരാണ്? ബ്രെയിൻ ആണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും. ആ സമയത്ത് നമുക്ക് അതിനെ പരിചയപ്പെടും. അതിനു മുന്നേ എന്താണ് നെർവസ് സിസ്റ്റം? മനുഷ്യന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സെൻസേഷൻസും റെസ്പോൺസും ഉണ്ടാക്കുന്ന ഒരു ഓർഗൻ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവ്സ്, സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ. എല്ലാവരും ശ്രദ്ധിക്കണം. നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ഡിഫറെന്റ് നെർവ്സ് ഇൻ അവർ ഡിഫറെന്റ് ബോഡി പാർട്സ്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള നെർവ്സ് ആണ് മറ്റൊരു ഭാഗം. നല്ലോണം ശ്രദ്ധിക്കണം. നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഈ 3 ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഇത് നമ്മളെ മനുഷ്യന്റെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. Then nervous system control and coordinate all body activities or all sensations and responses. മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ പ്രോസസ്സും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റമാണ്. അതോടൊപ്പം സെൻസേഷൻസിനനുസരിച്ച് റെസ്പോൺസ് കൊടുക്കുന്നതും ആരുടെയാണ്? നമ്മളെ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ സിസ്റ്റമായ നെർവസ് സിസ്റ്റമാണ്. Nervous system includes brain, spinal cord and nerves. Nerves-ഉം spinal cord-ഉം brain-ഉം include ചെയ്തിട്ടുള്ള human ബോഡിയിലെ one of the most important organ system is called nervous system. Then nervous systemത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് വരാം. അതിനു മുന്നേ the basic unit of nervous system നമുക്ക് പരിചയപ്പെടാം. The basic structure of nervous system. The structural and functional unit of nervous system is neuron or nerve cell. Human ബോഡിയിലെ nervous സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നെർവ്സ് അല്ലെങ്കിൽ നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂറോൺ. ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെൽ പ്രസന്റ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം സെൽ, ഒരു കോശമാണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അപ്പർമോസ്റ്റ് ലെയർ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സെല്ലിനെ പരിചയപ്പെടുന്നത്. കമ്പാരിറ്റീവ്ലി എ ഡിഫറെന്റ് സ്ട്രക്ചർ. ബാക്കിയുള്ള സെല്ലുകൾ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ
ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെല്ലുകളെ പോലെ അല്ല, അത് ഒരു പ്രത്യേക തരം സ്ട്രക്ചർ ആയിട്ടുള്ള ആളാണ്. അതിനൊരു ഹെഡ് പാർട്ട്, നിങ്ങൾ ചിത്രം നോക്കണം, ന്യൂറോൺസിന് ഒരു ഹെഡ് പാർട്ട് ഉണ്ട്. ദെൻ എ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു നീണ്ട വടി പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ദെൻ എ ടെയിൽ പാർട്ട്. നല്ലോണം ശ്രദ്ധിക്കണം, നമുക്ക് ന്യൂറോണിന്റെ സ്ട്രക്ചറിനെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 3 ഭാഗങ്ങളായിട്ട് ഇരിക്കാം. ആ 3 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് പാർട്ട് ഉണ്ട്, ദെൻ എ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു മിഡിൽ പാർട്ട് ഉണ്ട്, ദെൻ ലാസ്റ്റ് പാർട്ട് ഈസ് ടെയിൽ പാർട്ട്. ഈ ന്യൂറോൺസിന്റെ ഡിഫറെന്റ് പാർട്സിനെ പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ഈ പാർട്സിന്റെ പേര് പറയുമ്പോൾ, ഈ ഡിഫറെന്റ് പാർട്സിന്റെ നെയിംസ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇത് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. കാരണം എല്ലാ പേരുകളും നമ്മൾ പഠിക്കുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞാണ് പഠിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളും പറയണം. ഞാനൊരു ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ നെർവ്സിന്റെ ഒരു പാർട്ട് പറയുമ്പോൾ നിങ്ങളും പറയാൻ ശ്രമിക്കണം. ഫസ്റ്റ് ചിലപ്പോൾ തെറ്റിയേക്കാം, പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു വേണം നിങ്ങളത് പഠിക്കാൻ. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ്. ഇപ്പൊ ഞാൻ പേര് മാത്രമേ പറയുന്നുള്ളൂ, സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഇതിന്റെ പാർട്സ് പരിചയപ്പെടാം. The first part is dendrite, then dendron, then axon, axonite, synaptic node. നല്ലോണം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ പറയുന്നത് മെയിൻ പാർട്സ് മാത്രം. അതിന്റെ ഇടയിൽ ചെറിയ ആളുകൾ വരുന്നുണ്ട്, അവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുമ്പോൾ പരിചയപ്പെടാം. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണം. Dendrite, the first part is dendrite, then dendron, അത് കഴിഞ്ഞാൽ axon, axonite, synaptic node. ഈ 5 മെയിൻ പാർട്സ് ആണ് ആയിട്ടുള്ളത് ഒരു സ്ട്രക്ചർ ഓഫ് ന്യൂറോണിൽ നമുക്ക് പഠിക്കാൻ. ഇതിന്റെ ഇടയിൽ ഡെൻഡ്രൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡെൻഡ്രോൺ, ഡെൻഡ്രോൺ കഴിഞ്ഞാൽ പിന്നെ ഒരു സെൽ ബോഡി, ഹെഡ് പാർട്ടിന്റെ ഒരു മെയിൻ ആണ്. ഓക്കെ, ഒരു സെൽ ബോഡി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഒരു സെൻട്രൽ നിങ്ങൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സെൽ ബോഡി. ദെൻ ആക്സോൺ, ആക്സോൺ കഴിഞ്ഞാൽ പിന്നെ ആക്സോണൈറ്റ്, ദെൻ സിനാപ്റ്റിക് നോഡ്. ഈ ആക്സോൺ ഈസ് എ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഹെഡിലുള്ളതാണ് ഡെൻഡ്രൈറ്റും ഡെൻഡ്രോണും സെൽ ബോഡി. ഈ ലോങ് ട്യൂബിന്റെ പേരാണ് ആക്സോൺ. ഈ ലോങ് ട്യൂബ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ബ്രാഞ്ചസിന്റെ പേരാണ് ആക്സോണൈറ്റ്. ആ ബ്രാഞ്ചസിന്റെ ഏറ്റവും ടിപ്പിൽ കാണുന്ന ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ഉണ്ട പോലെ നമുക്ക് തോന്നുന്ന സാധനമാണ് ഏത്? ആ ടോപ്പസ് അഥവാ ഏറ്റവും അറ്റത്ത് കാണുന്ന ആ ഒരു ഉണ്ട പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്റ്റിക് നോഡ്. അപ്പോ നല്ലോണം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാർട്ട് ഏതാ? ഡെൻഡ്രൈറ്റ്, ദെൻ ഡെൻഡ്രോൺ, ദെൻ ആക്സോൺ, ദെൻ ആക്സോണൈറ്റ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് സിനാപ്റ്റിക് നോഡ്. ഈ 5 പാർട്സ്. ഇതിന്റെ ഇടയിൽ നമുക്ക് 2 ആളുകളെ പരിചയപ്പെടാൻ മറക്കരുത്. അല്ലെങ്കിൽ 2 ആളുകൾ നമ്മൾ പറയാനുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു, ഏതാ? സെൽ ബോഡി. സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹെഡ് പാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെഡ് പാർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അഥവാ ഡെൻഡ്രൈറ്റും കഴിഞ്ഞ് ഡെൻഡ്രോണും കഴിഞ്ഞ് കാണുന്ന ആ സെന്റർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ ബോഡി എന്ന് വിളിക്കുന്നത്. then അത് കഴിഞ്ഞാൽ ഒരു ലോങ് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ലോങ് ട്യൂബിന്റെ പേര് എന്ത് ചെയ്യുന്നു? പറയാൻ ശ്രമിക്കണം, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ ലോങ് ട്യൂബിന്റെ പേരെന്താണ്? ആക്സോൺ ആണ്. ആ ലോങ് ട്യൂബിന്റെ ബ്രാഞ്ചസിനെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ആക്സോണൈറ്റ്. പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ആക്സോൺ, ആക്സോണൈറ്റ്. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ട്യൂബിന്റെ പേര്. ആ ആക്സോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ദ ലാസ്റ്റ് ആ ഒരു നോബ്സ് ആയിട്ട് ഒരു ഉണ്ട പോലെ കാണുന്ന സാധനത്തെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? സിനാപ്റ്റിക് നോബ്. ആ ലാസ്റ്റ് ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്, ആ ആക്സോണൈറ്റിന്റെ ടിപ്പിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോ നമ്മൾ ആ ലോങ് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? എന്തായിരുന്നു ആ ലോങ് ട്യൂബിന്റെ പേര്? ആക്സോൺ. ആ ആക്സോണിനെ കവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെൽ, ഒരു ഷ്വാൻ സെൽ നമ്മൾ അവിടെ കാണാം, നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ആ ഷ്വാൻ സെല്ലിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാണ്ട്, പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്കത് വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിക്കാം. അപ്പോൾ എത്ര മെയിൻ പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ന്യൂറോൺസിന്? 5 മെയിൻ പാർട്ടാണ് ഒരു നെർവ് സെൽ അല്ലെങ്കിൽ ഒരു ന്യൂറോൺ ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്നോടൊപ്പം പറഞ്ഞു വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ ആദ്യം കാണാതെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂല, സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു വേണം ഈ വാക്കുകൾ പഠിക്കാൻ. The first part is dendrite, then dendron, axon, axonite, synaptic node. Okay, these are the different parts in
ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. സ്ട്രക്ചർ, ന്യൂറോണിന്റെ സ്ട്രക്ചറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് പോകാം. നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇതിനെ പഠിക്കാം. നെക്സ്റ്റ്, ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ന്യൂറോണിന്റെ സ്ട്രക്ചർ പറയുന്നതിന് തൊട്ടുമുമ്പ് നമുക്ക് രണ്ട് ആളുകളെ പരിചയപ്പെടും. രണ്ട് പുതിയ ടേംസ്, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത രണ്ട് പുതിയ ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ദെൻ ലിസൺ. ഫസ്റ്റ് ടേം സ്റ്റിമുലന്റ് ഓർ സ്റ്റിമുലസ്. ആദ്യം നമുക്ക് സ്റ്റിമുലന്റ് പരിചയപ്പെടാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സെൻസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന റെസ്പോൺസസ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, സെൻസേഷൻസ് എന്ന് പറയാം. ഓക്കെ, ദെൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sensations that evoke responses is called stimulus. ഇങ്ങനെ പറയാം, the sensations. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൻസേഷൻസ് ആണ്. എങ്ങനത്തെ സെൻസേഷൻസ് ആണ്? the sensations that evoke, അല്ലെ? എന്താ evoke എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? evoke എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും, അല്ലെ? that evoke responses is called stimulus. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു സെൻസേഷൻ വന്നു, ആ സെൻസേഷൻ വന്നതിന് ശേഷം നമ്മുടെ ബോഡിയിൽ എന്തുണ്ടായി, ഒരു റെസ്പോൺസ് ഇവോക്ക് ചെയ്തു. നമ്മുടെ ബോഡിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടായി, നമ്മളെ ബോഡി അതിനെ പ്രതികരിച്ചു എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് സെൻസേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റിമുലൈ. അപ്പൊ സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ സെൻസേഷൻസ് ആണ്. എങ്ങനത്തെ സെൻസേഷൻസ് ആണ്? റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസേഷൻസ് ആണ് ആര്, സ്റ്റിമുലൈ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. നമുക്ക് എങ്ങനെ എക്സാമ്പിൾ പറയാം? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മളെ കൈ ഫയർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ തീ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ കൈ പൊള്ളും. അതെന്താണ്? അതൊരു സ്റ്റിമുലസ് ആണ്. കാരണം എന്താ, അവിടുത്തെ സെൻസേഷൻ ആയിരുന്നു ആ ഹീറ്റ് അല്ലെങ്കിൽ ആ ഫയർ, അല്ലെ? ആ സെൻസേഷന് എന്തുണ്ടാക്കി, റെസ്പോൺസ് ഉണ്ടാക്കി. അപ്പൊ റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ, സ്റ്റിമുലസ് ആണ്. ദെൻ വേറെ നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്കിപ്പോ പറയാം, സാധാരണ നമ്മൾ സ്കൂളിൽ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒരു 12:30 ആകുമ്പോൾ നമുക്ക് ലഞ്ച്, അല്ലെ? ലഞ്ചിന് ബെല്ലടിക്കും. അപ്പൊ ലഞ്ചിന് ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പൊ ബയോളജി ക്ലാസ് നടക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 മണി വരെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഞാൻ 1:30 വരെ അങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, എന്ത് സാറാ വിശപ്പുണ്ടെന്ന് പറയും, അല്ലെ? നമുക്ക് എന്തുണ്ടാവും, അഗ്രി, വിശപ്പുണ്ടാവും, അല്ലെ? അതല്ലെങ്കിൽ തേഴ്സ്റ്റ്, ദാഹം വരും. ഇതെന്താണ്, നമ്മളെ ബോഡിയിലുണ്ടായ ഒരു സെൻസേഷൻ, അല്ലെ? ആ ഒരു സെൻസേഷന് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ബോഡി പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, അത്തരം സെൻസേഷൻസിനെ നമ്മൾ എന്ത് പറയാം, സ്റ്റിമുലൈ എന്ന് പറയും. ഓക്കെ, അത്തരം സെൻസേഷൻസിനെ നമ്മൾ എന്ത് പറയാം, സ്റ്റിമുലൈ എന്ന് പറയാം. ഓക്കെ, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്ന എല്ലാ സെൻസേഷൻസും നമുക്ക് എന്താണ്, സ്റ്റിമുലസ് പറയാം. അപ്പൊ സ്റ്റിമുലസിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടി പറയാണ്, നല്ലോണം ശ്രദ്ധിക്കണം. സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sensations that evoke responses is called stimulus. Okay, the stimuli എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sensations that evoke responses is called stimulus. ഒന്നാമത്തെ ടേം മനസ്സിലായല്ലോ, റെസ്പോൺസസ് ഉണ്ടാക്കുന്ന എല്ലാ സെൻസേഷനും നമുക്ക് എന്ത് പറയാം, സ്റ്റിമുലൈ എന്ന് പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടേം നമുക്ക് പരിചയപ്പെടാം. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ്. രണ്ടാമത്തെ ടൈം എന്താ, ഇമ്പൾസ്. ഓക്കെ, രണ്ടാമത്തെ ടൈമാണ് ഇത്, ഇമ്പൾസ്. ഒന്നാമത്തെ ടൈം സ്റ്റിമുലൈ അല്ലെങ്കിൽ സ്റ്റിമുലസ്. ഇത് സിംഗിൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സിംഗിൾ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അതിനനുസരിച്ചാണ് സ്റ്റിമുലൈ ആൻഡ് സ്റ്റിമുലസ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദെൻ ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു സെൻസേഷൻ ഉണ്ടായി. ബോഡിയിൽ ഉണ്ടായ സെൻസേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, മുള്ളുമ ചവിട്ടി. നീയായിരിക്കും നടന്നു പോകുന്ന സമയത്ത് ഞാൻ മുള്ളുമ ചവിട്ടി, സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവും, വേദന ഉണ്ടാവും. നമ്മളൊക്കെ എന്ത് ചെയ്യാം, മുള്ളുമ ചവിട്ടിയതിനു ശേഷം ഉടനെ കാലുകൊണ്ട് വലിക്കും, അല്ലെ?
നമ്മളെ ലെഗ് വിഡ്രോ ചെയ്യും, കാലിട്ട് പോയി. അതെന്തുകൊണ്ടാണ് നമ്മൾ വലിച്ചത്? അവിടെ ഒരു സെൻസേഷൻ ഉണ്ടായി, ആ സെൻസേഷൻ എന്തായി? റെസ്പോൺസ് ചെയ്യും അല്ലെ? അപ്പൊ ആ സെൻസേഷനെ നമുക്ക് സ്റ്റിമുലേറ്റ് എന്ന് വിളിച്ചൂടെ? എന്താ കാരണം? റെസ്പോൺസ് ഉണ്ടായ സെൻസേഷൻസിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, സ്റ്റിമുലൈ എന്ന് വിളിക്കാന്ന് പറഞ്ഞു അല്ലെ? ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ലെഗിലാണ് മുള്ളു തറച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് വേദന ഉണ്ട്. അത് നമ്മൾ എവിടെ പോകും? അത് ബ്രെയിനിലേക്ക് പോകും. ഞാൻ വളരെ ചുരുക്കി ഇമ്പൾസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ ചുരുക്കി ഇമ്പൾസ് പറഞ്ഞുതരാം. നമ്മളെ ലെഗില് ഒരു മുള്ളു, ലെഗിലാവണമെന്നില്ല, കയ്യിലെ ബോഡിയുടെ എവിടെയാവും, ബോഡിയുടെ ഏത് ഡിഫറെന്റ് ബോഡി പാർട്സിലും സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബ്രെയിനിലും, ഇതൊരു ബ്രെയിനിൽ ചെന്നിട്ട് പറയും എന്ത്? ബോഡിന്റെ എല്ലാ പാർട്സിൽ എന്തുണ്ടായിട്ടുണ്ട്? സ്റ്റിമുലസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്റ്റിമുലസ് ഉണ്ടായിട്ടുണ്ട് ബ്രെയിനിന് മനസ്സിലാവും. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? അതിനനുസരിച്ചായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കും. ഏത്? ആ റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്സ്. ഇപ്പൊ ലെഗ് ആണെങ്കിൽ ലെഗ്, ഹാൻഡ് ആണെങ്കിൽ ഹാൻഡ്. ആ റിലേറ്റഡ് ബോഡി പാർട്സിന് എന്ത് ചെയ്യും? തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കും. എവിടെ? ബ്രെയിനിൽ നിന്ന് തിരിച്ചൊരു റെസ്പോൺസ് എങ്ങനെ തന്നെ വരും? ഈ ബോഡി പാർട്സ് തന്നെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലെഗിൽ നിന്ന് ബ്രെയിന് വരെ വരും. ബ്രെയിനിൽ നിന്ന് തിരിച്ച് എങ്ങനെ വന്നു? ലെഗിലേക്ക് വന്നു. ഈ ഒരു പ്രോസസ് നടന്നതുകൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടായതും നമ്മൾ കാല് പിടിച്ചു, നമ്മൾ ലെഗ് വിഡ്രോ ചെയ്തു. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വേഗതയാണ് എന്തിന്? ഈ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അല്ലെ? നല്ലോണം ശ്രദ്ധിച്ചു നോക്കി. ലെഗിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് പോയി, ബ്രെയിനിലേക്ക് പോയി അല്ലെ? ബ്രെയിനിൽ തിരിച്ചൊരു മെസ്സേജ് ലെഗിക്ക് വന്നു. ഈ മെസ്സേജിനെ നമ്മൾ ബയോളജിയിൽ വിളിക്കുന്ന പേരാണിത് ഇമ്പൾസ് എന്ന് പറയും. ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മളെ ബോഡിയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിഫറെന്റ് ബോഡി പാർട്സ് ഡിഫറെന്റ് ടൈംസ് വ്യത്യസ്ത സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? മെസ്സേജ് അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യാം. ഈ മെസ്സേജ് പാസ് ചെയ്യണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഇമ്പൾസ് എന്ന് പറയും. അപ്പോ ബോഡി പാർട്സുകൾ തമ്മിൽ മെസ്സേജ് അയക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഇമ്പൾസ്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. കാലിലൊരു ഉള്ള അല്ലെങ്കിൽ വേദന ഉണ്ടാവുന്ന എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ആ മെസ്സേജ് ബ്രെയിനിൽ പോകുന്നത്, ബ്രെയിനാണ് അതിനൊരു റെസ്പോൺസ് നമുക്ക് തരാം അല്ലെ? അപ്പൊ ഈ റെസ്പോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അല്ലെങ്കിൽ ഈ മെസ്സേജസിന്, റെസ്പോൺസിനല്ല മെസ്സേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഇമ്പൾസ് എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പാഠഭാഗം തുടങ്ങാൻ നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റിമുലേറ്റ്, ദെൻ ഇമ്പൾസ്. എന്താ സ്റ്റിമുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൻസേഷൻസ് ദാറ്റ് യോക്ക് റെസ്പോൺസ് ഈസ് കോൾഡ് സ്റ്റിമുലേറ്റ് അല്ലെ? നമ്മളെ ബോഡിയിൽ എങ്ങനത്തെ സെൻസേഷൻസ് ആണ്? ബോഡിയിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ് ആണ് ദാറ്റ് യോക്ക് റെസ്പോൺസസ് ഉണ്ടാക്കുന്ന എല്ലാ സെൻസേഷൻസിന് നമുക്ക് എന്ത് പറയാം? സ്റ്റിമുലസ് എന്ന് പറയാം. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇത് ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കും, ബ്രെയിനിൽ നിന്ന് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് മെസ്സേജസ് പോകാറുണ്ട്. ഈ മെസ്സേജസിനെ വിളിക്കുന്ന പേരാണ് ഇത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലൂടെ പോകുന്ന ഈ മെസ്സേജസിനെ വിളിക്കുന്ന പേരാണ് ഇത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ടേമും നല്ലോണം നോക്കി വെക്കാം. റെഡി? ന്യൂറോന്റെ സ്ട്രക്ചറിൽ ആദ്യത്തെ പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഇതിനിടയിൽ നമ്മൾ രണ്ട് ടേംസ് പരിചയപ്പെടാൻ പോയി അല്ലെ? ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സ്ട്രക്ചറിലേക്ക് തന്നെ വരാൻ പോകും കേട്ടോ. ശ്രദ്ധിക്കണം, ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഡെൻഡ്രൈറ്റ്. ഓക്കെ, അപ്പൊ ഈ ഡെൻഡ്രൈറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഡെൻഡ്രൈറ്റിന്റെ 2 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കുന്നത്. ഡെൻഡ്രൈറ്റിന്റെ 2 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കുന്നത്. 2 പോയിന്റ്സ് നമുക്ക് പറയാം. ഡെൻഡ്രൈറ്റ് ആണ്, അപ്പൊ പേരെല്ലാവർക്കും മനസ്സിലായല്ലോ, പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഡെൻഡ്രൈറ്റിന് ഫസ്റ്റത്തെ ന്യൂറോണിന്റെ ഫസ്റ്റത്തെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്ന പേരാണ് ഇത് ഡെൻഡ്രൈറ്റ്. എന്താ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ഡെൻഡ്രോൺ ആണ് അല്ലെ? പിക്ചറുകളൊക്കെ തൊട്ടിങ്ങനെ നോക്കിയിട്ടുണ്ടാവും അല്ലെ? ഇത് ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. നമുക്ക് എങ്ങനെ പറയാം? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. എളുപ്പല്ലേ? ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ എന്താണ്? ബ്രാഞ്ചസ് ആണ് ഇത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണ് ഇത് ഡെൻഡ്രൈറ്റ്. ഫസ്റ്റത്തെ പോയിന്റ് എളുപ്പമാണ്, നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവണം, പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന പോയിന്റ് ആണ് ഇത്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ നോക്കാം. ഡെൻഡ്രൈറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസെന്റ് ന്യൂറോൺ. ഞാൻ ഇമ്പൾസ് തൊട്ട് മുന്നേ എന്തിനാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഇമ്പൾസ് ഞാൻ പറയോ? ഇല്ല, പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം എന്താ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജസ് ആണ്. ഏത് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലൂടെ പോകുന്ന
നെർവസ് സിസ്റ്റത്തിലുള്ള മെസ്സേജസിനെ നമ്മൾ എന്ത് പറയാം? ഇമ്പൾസസ് എന്ന് പറയും. അപ്പൊ എന്താ പറഞ്ഞത്? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അങ്ങനെ പറഞ്ഞാ അഡ്ജസന്റ് ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ന്യൂറോൺ. അപ്പൊ അതിനർത്ഥം ഈ ന്യൂറോണിന്റെ തൊട്ടടുത്ത് വേറൊരു ന്യൂറോൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ന്യൂറോണിന്റെ ഹെഡ് പാർട്ട് ആണോ ടെയിൽ പാർട്ട് ആണോ ഉണ്ടാവുക? ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ടെയിൽ പാർട്ട് ആണ് ഉണ്ടാവുക. ഈ ന്യൂറോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂറോണിന്റെ ഹെഡ് പാർട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ന്യൂറോണിന്റെ ടെയിൽ പാർട്ട്, ദെൻ അടുത്ത ന്യൂറോണിന്റെ ഹെഡ് പാർട്ട്, ദെൻ ടെയിൽ പാർട്ട്, പിന്നെ ഹെഡ് പാർട്ട്, ടെയിൽ പാർട്ട്. ഇങ്ങനെയാണ് ന്യൂറോൺസ് എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറേഞ്ച് ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാം. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും എന്തുണ്ട്? ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബോഡിയിൽ എവിടെ നമുക്ക് എന്തുണ്ടാവുന്നത്? സെൻസേഷൻസും റെസ്പോൺസും ഉണ്ടാവുന്നത്. നമുക്ക് ബോഡിയിൽ എല്ലായിടത്തും എന്തുണ്ടാവാറുണ്ട്? സെൻസേഷൻസും റെസ്പോൺസും ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മളൊരു വേദന അവിടെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് നിങ്ങൾ ബോഡിന്റെ ഏത് പാർട്ടിലും എന്ത് ചെയ്യാം? വേദന ആക്കി നോക്കുക. നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവില്ലേ? വേദന ഉണ്ടാവില്ല. ഇതിനർത്ഥം എന്താ? നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും സെൻസേഷൻസും ഉണ്ട്, റെസ്പോൺസസും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ന്യൂറോൺസ് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു ന്യൂറോണിന്റെ ഹെഡ് പാർട്ട് കഴിഞ്ഞാൽ അടുത്ത ന്യൂറോണിന്റെ ടെയിൽ പാർട്ട്. അപ്പൊ ഇതിനർത്ഥം അപ്പൊ നമ്മളിവിടെ ന്യൂറോണിന്റെ ഹെഡ് പാർട്ട് പറയുന്നത്. അപ്പൊ അഡ്ജസന്റ് ന്യൂറോൺ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ന്യൂറോണിന്റെ ടെയിൽ പാർട്ട്. ടെയിൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഈ നോബ്സ് ആയിരിക്കും. ഒരു ഇവിടെ ഉണ്ടാവും അല്ലെ? അവരടുത്തുള്ള മെസ്സേജസ് ഉണ്ടല്ലോ, അഥവാ ഇമ്പൾസസ്. ആ ഇമ്പൾസിനെ വാങ്ങുന്ന ആളാണ് ആര്? ഡെൻഡ്രൈറ്റ്. ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചറിലെ ആദ്യത്തെ ഭാഗം ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മെസ്സേജസിന് അല്ലെങ്കിൽ ഇമ്പൾസിനെ വാങ്ങേണ്ട ഡ്യൂട്ടി ആർക്കുണ്ടാവുക? ഡെൻഡ്രൈറ്റിനാ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് ഡെൻഡ്രൈറ്റ് ആണ്. ആ ഡെൻഡ്രൈറ്റ് ആണ് ഇമ്പൾസിനെ അഡ്ജസന്റ് ന്യൂറോണിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നത്. ഓക്കെ, ഇമ്പൾസിനെ എന്ത് ചെയ്യണം? വാങ്ങണം. ഇമ്പൾസ് ഇങ്ങനെ പാസ് ചെയ്ത് വരണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഗ് ടു ബ്രെയിൻ ആണെങ്കിൽ ഇമ്പൾസ് ഇങ്ങനെ നെർവ്സിലൂടെ അല്ലെങ്കിൽ ന്യൂറോൺസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാം. ഒരു ന്യൂറോണിൽ വേറെ ന്യൂറോണിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോവാം. അപ്പോ അഡ്ജസന്റ് ന്യൂറോണിന് ഇമ്പൾസസിനെ റിസീവ് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് ആർക്ക്? ഡെൻഡ്രൈറ്റിനുള്ളത്. അപ്പൊ പാർട്ടിന്റെ പേര് ഡെൻഡ്രൈറ്റ്. എന്താണ് ഫംഗ്ഷൻ? ഒന്നാമത്തെ അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താ? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണ് ആര്? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഡെൻഡ്രൈറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസന്റ് ന്യൂറോൺ. അഡ്ജസന്റ് ന്യൂറോണിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും? ഇമ്പൾസസിന്റെ അല്ലെങ്കിൽ മെസ്സേജസിനെ റിസീവ് ചെയ്യും. ഒന്നാമത്തെ ഭാഗം ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത്തെ ഭാഗം ഏതാണ്? രണ്ടാമത്തെ ഭാഗമാണ് ഡെൻഡ്രോൺ. രണ്ടാമത്തെ ഭാഗം ഏതാണ്? ഡെൻഡ്രോൺ. ഓക്കെ, ഈ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രോൺ പറയുന്നതിന് തൊട്ടു മുന്നേ രണ്ടാളുകളെ ഞാൻ പരിചയപ്പെടുത്താം. ഈ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുക? സെൽ ബോഡി എന്ന് വിളിക്കുക. സെൽ ബോഡി. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം. നമുക്കറിയാം എല്ലാ സെല്ലിൽ എന്തുണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ടാവും. എന്താ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക. അപ്പൊ സൈറ്റോപ്ലാസം ജസ്റ്റ് മനസ്സിലാക്കി ശ്രമിക്കാം. ദെൻ സെൽ ബോഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഡെൻഡ്രോണിനെ പറയുന്നതിന് മുന്നേ ഞാൻ രണ്ടാമത് പരിചയപ്പെടുത്തിയത് മാത്രം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് സെൽ ബോഡി. എന്താ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ സെൽ ബോഡി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ആദ്യം പറയുകയാണ്, നമ്മൾ ശ്രദ്ധിക്കാം. ഈ സെൽ ബോഡിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടാണ് ഇത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ബോഡിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടാണ് ആര്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ അങ്ങനെ തോന്നുന്നില്ലേ? അല്ലെ? ഇതാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം, അതാണ് ഈ പ്രൊജക്ട് ചെയ്ത് നിൽക്കുക എന്ന ഉദ്ദേശിച്ചത്. ഓക്കെ, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടാണ് ഇത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഡെൻഡ്രോൺ റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. എന്താ പറഞ്ഞത്? ഡെൻഡ്രോൺ റിസീവ് ഇമ്പൾസസ്, that means messages from dendrite to the cell body. മനസ്സിലായിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? ഈ ഡെൻഡ്രൈറ്റിന്റെ അടുത്തുനിന്ന് ഇമ്പൾസിനെ അല്ലെങ്കിൽ മെസ്സേജസിനെ വാങ്ങിയിട്ട് ആർക്ക് കൊടുക്കും? സെൽ ബോഡിക്ക് കൊടുക്കും. അതാണ് ആ വാക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, എങ്ങനെ പറയാം? ഡെൻഡ്രോൺ റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്, അതെന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. എങ്ങോട്ടാ സെൻഡ് ചെയ്യുന്നത്? സെൽ ബോഡിയിൽ. ഓക്കെ, ദെൻ രണ്ട് പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the projection of the cell body, അല്ലെ? സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടിനെ എന്ത് പറയാം? ഡെൻഡ്രോൺ എന്ന് പറയാം. ദെൻ സെക്കൻഡ് പാർട്ട് എവിടുന്ന് എടുക്കാം? ഇമ്പൾസിനെ റിസീവ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദി ഡെൻഡ്രോൺ, അല്ലെ? ഡെൻഡ്രൈറ്റിന്റെ അടുത്ത് നിന്ന് ഇമ്പൾസിനെ വാങ്ങിയിട്ട്, സോറി ശ്രദ്ധിക്കണം, ഇമ്പൾസിനെ എവിടുന്നാ വാങ്ങുന്നത്? ഡെൻഡ്രോണ് ഡെൻഡ്രൈറ്റിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എങ്ങോട്ടാ കൊടുക്കണേ? സെൽ ബോഡിയിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റുണ്ട്, ശ്രദ്ധിക്കണം. ഡെൻഡ്രൈറ്റിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ആർക്കാ കൊടുക്കണേ? സെൽ ബോഡി കൊടുക്കും. ആര്? ഡെൻഡ്രോൺ. രണ്ട് പോയിന്റ്. ഒന്ന് പ്രൊജക്ഷൻ, അല്ലെ? പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സെൽ ബോഡിന്റെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പാർട്ടിനെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദി സെൽ ബോഡി. സെൽ ബോഡിക്ക് ഇമ്പൾസ് കൊടുക്കും. എവിടുന്ന്? ഡെൻഡ്രൈറ്റിന്റെ അടുത്ത് വാങ്ങിയിട്ട്. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടാ. ഫസ്റ്റ് പാർട്ടിന്റെ അടുത്ത് നിന്ന് ഇമ്പൾസ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് പാർട്ട് ആർക്ക് കൊടുക്കും? സെൽ ബോഡിയിലേക്ക് കൊടുക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഭാഗം വെച്ചേക്കാം. മൂന്നാമത്തെ ഭാഗമാണ് ഇത് ആക്സോൺ. ആക്സോണിന്റെ ആദ്യത്തെ പോയിന്റ് ഇറ്റ്സ് ലൈക്ക് എ ലോങ് ട്യൂബ്. ഓക്കെ, ഇതൊരു നീണ്ട പൈപ്പ് പോലെയാണ്. ചിത്രം നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാവുന്ന കാര്യം, അല്ലെ? ആക്സോണിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞത് എന്താ? നമ്മൾ ഈ പോയിന്റ് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒന്ന് ആ പാർട്ടിന്റെ സ്പെസിഫിക്കേഷനാ പറയുന്നത്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ, അല്ലെ? പിന്നെ അതിന്റെ ഫംഗ്ഷനാ പറയാം. രണ്ട് പോയിന്റ് പറയുമ്പോൾ ഒരു പോയിന്റ് സ്പെസിഫിക്കേഷനാ പറയാം, രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇതിന്റെ ഫംഗ്ഷനാ പറയുന്നത്. അപ്പൊ ആക്സോണിന്റെ സ്പെസിഫിക്കേഷൻ എന്താ പറഞ്ഞത്? ഇറ്റ്സ് ലൈക്ക് എ ലോങ് ട്യൂബ്, അല്ലെങ്കിൽ ഒരു ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് ആയിട്ടുള്ളത് ആക്സോൺ ഉള്ളത്. ഓക്കെ, ചിലപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ലോങ് ഫിലമെന്റ്. അവിടെ ഫിലമെന്റ് എന്ന് ഉപയോഗിച്ചത് എന്തെന്നെയാണ്? അതൊരു ലോങ് ട്യൂബ് ലൈൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചോ, ലോങ് ഫിലമെന്റ്. ഓക്കെ, ഇറ്റ്സ് എ ലോങ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി ടു ദ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിക്ക് സെൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ഫിലമെന്റ് ആണ് ആര്? ആക്സോൺ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് പോയിന്റ് എന്താ കാര്യം? നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. എന്താ? ഇമ്പൾസിനെ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് കൊടുക്കുക. അതാണല്ലോ ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെ ഫംഗ്ഷൻ പറയാം? റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ദ ഔട്ട്സൈഡ്. അങ്ങനെ പറഞ്ഞാ സെൽ ബോഡിന്റെ അടുത്തുള്ള ഇമ്പൾസ് ഇല്ലേ, അതിനെ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളും. പുറത്തേക്ക് തള്ളുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തള്ളുന്നല്ല ഉദ്ദേശിച്ചത്, അല്ലെ? എങ്ങോട്ടാണ്? ഈ ആക്സോണൈറ്റിലേക്ക്. എങ്ങോട്ടാണ്? ആക്സോണൈറ്റിലേക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പോയിന്റ്? റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ദ ആക്സോണൈറ്റ്. ഇമ്പൾസിനെ സെൽ ബോഡിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എവിടെ കൊടുക്കും? ആക്സോണൈറ്റിന് കൊടുക്കും എന്ന് പറയാം. അത് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തു? ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സിൽ ഇതെങ്ങനെ കാണുന്നത്? സെൽ ബോഡി ടു ഔട്ട്സൈഡ്, അല്ലെങ്കിൽ സെൽ ബോഡിന്റെ അടുത്ത് ഔട്ട്സൈഡിലേക്ക് ഉദ്ദേശിച്ച ആൾക്കാണ് ആക്സോണൈറ്റ്. രണ്ട് പോയിന്റാ പറഞ്ഞത്. ആക്സോണൈറ്റ് എന്താ? ലൈക്ക് എ ലോങ് ഫിലമെന്റ്, അല്ലെ? ഒരു നീണ്ട ഫിലമെന്റ് പോലെ ലോങ് ഫിലമെന്റ് ആയിട്ടാണ് അതിന്റെ സ്ട്രക്ചർ കാണപ്പെടുന്നത്. പിന്നെന്താ പറഞ്ഞത്? റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ദ ഔട്ട്സൈഡ്, അല്ലെ? ഈ ഇമ്പൾസിനെ എങ്ങോട്ട്? സെൽ ബോഡിന്റെ അടുത്ത് ഔട്ട്സൈഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്? സിനാപ്റ്റിക് നോബിലേക്ക് എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചു കൊടുക്കും. സിനാപ്റ്റിക് നോബിലേക്ക് അല്ല, ആക്സോണൈറ്റിലേക്ക്. മാറിപ്പോയത് ആക്സോണിന്റെ ബ്രാഞ്ചസ് ആക്സോണൈറ്റ് ആണ്, അതും കഴിഞ്ഞിട്ടാണ് സിനാപ്റ്റിക് നോബ്. അപ്പൊ ആക്സോണിന്റെ സെൽ ബോഡിന്റെ അടുത്തുള്ള ഇമ്പൾസിനെ നമ്മൾ ഇവിടെ എത്തിച്ചു കൊടുക്കും, ആക്സോണൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ പാർട്ട് പറഞ്ഞു. ഇതിൽ രണ്ട് പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന് ലോങ് ഫിലമെന്റ് ആണ്, രണ്ടാമത്തെ പോയിന്റ് സെൽ ബോഡിന്റെ അടുത്തുള്ള ഇമ്പൾസിനെ അഥവാ മെസ്സേജസിനെ എവിടെ എത്തിച്ചു കൊടുക്കും? ആക്സോണൈറ്റിന്റെ അടുത്ത് എത്തിച്ചു കൊടുക്കും. ഇനി നമുക്ക് ആരെ പറയാം? ആക്സോണൈറ്റിനെ പറയാം. ആക്സോണൈറ്റിനെ പറയുമ്പോൾ ഈ ആക്സോണൈറ്റിൽ ഒരു പോയിന്റ് ഞാൻ ആക്സോണൈറ്റ് പറയുമ്പോൾ തന്നെ പറഞ്ഞു തീരുന്നു. ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും എന്തായിരുന്നു അപ്പൊ പറഞ്ഞ പോയിന്റ്? ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺസ്, അല്ലെ? നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഡെൻഡ്രൈറ്റിനെ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ്. ഒന്നാമത്തെ പോയിന്റ്. എളുപ്പമാണല്ലേ? പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക.
പറയുന്ന ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്താൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ പാർട്ടിലേക്ക് നമുക്ക് വരാം. നാലാമത്തെ പാർട്ടാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ദെൻ സെക്കൻഡ് പോയിന്റ് ഓക്കെ എന്താണ്? സെൻഡ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോഡ്. അഥവാ ആക്സോണൈറ്റിന്റെ അടുത്തുള്ള ഇമ്പൾസ് ഉണ്ടല്ലോ, ആര് കൊടുത്തതാ? ആക്സോൺ കൊണ്ടേ കൊടുത്തതാ അല്ലെ? ആക്സോൺ കൊണ്ടേ കൊടുത്ത ആ ആക്സോണൈറ്റിന്റെ അടുത്തുള്ള ഇമ്പൾസിനെ ആർക്ക് കൊടുക്കും? തൊട്ടടുത്ത പാർട്ടാരാ? സിനാപ്റ്റിക് നോഡ്. ആർക്ക് കൊടുക്കും? സിനാപ്റ്റിക് നോഡ്. ശ്രദ്ധിക്കണം, എങ്ങനെ പറഞ്ഞത്? സിനാപ്റ്റിക് നോഡിന്റെ അടുത്തുള്ള ആക്സോണൈറ്റിന്റെ അടുത്തുള്ള ഇമ്പൾസിനെ ആർക്ക് കൊടുക്കും? അഡ്ജസന്റ് പാർട്ടാരാ? തൊട്ടടുത്തുള്ള ഭാഗാരാ? സിനാപ്റ്റിക് നോബാണ്. സിനാപ്റ്റിക് നോബ് രണ്ട് പോയിന്റാണ്. ഒന്ന് ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ, ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്താ? സെൻഡ് ദ ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോഡ്. അഥവാ ആക്സോണൈറ്റിന്റെ അടുത്തുള്ള ഇമ്പൾസ് ഉണ്ടല്ലോ, ആ ഇമ്പൾസിന് ആർക്ക് കൊടുക്കും? സിനാപ്റ്റിക് നോബിനോട്. ദെൻ അഞ്ചാമത്തെ പാർട്ട് ഏതാണ്? സിനാപ്റ്റിക് നോഡ്. അഞ്ചാമത്തെ പാർട്ട് ഏതാണ്? സിനാപ്റ്റിക് നോഡ്. സിനാപ്റ്റിക് നോഡ് അഞ്ചാമത്തെ പാർട്ടാണ് കേട്ടോ, പഠിക്കണം. അഞ്ചാമത്തെ പാർട്ടാണ് ഇത് സിനാപ്റ്റിക് നോഡ്. സിനാപ്റ്റിക് നോഡ് അല്ലെ, അങ്ങനെ ഒരു വാക്കിന്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ അറ്റത്തൊരു ഉണ്ട പോലെ കണ്ട, അതാണ് ഈ നോബ്സ് എന്ന് പറയുന്നത്. നോബ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ മൈക്രോസ്കോപ്പിലൊക്കെ നോബ്സ് ഉണ്ട് അല്ലെ, അങ്ങനെ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ നോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിലായതുകൊണ്ടാണ് നോബ്സ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ്സിന് നമുക്ക് പോയിന്റ്, ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ. ആ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതാണ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ഒരു പുതിയ കാര്യം കൂടി നമ്മളവിടെ പറയാം അല്ലെ. ഇതുവരെ പറഞ്ഞ പോലെ ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന പോയിന്റ് തന്നെയായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോയാൽ ഇമ്പൾസ് ഒരു ഭാഗത്തേക്ക് പോകുന്നതിന് പറഞ്ഞു പോകും. സിനാപ്റ്റിക് നോബിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒറ്റ പോയിന്റേ ഉള്ളൂ. ആ പോയിന്റ് എന്താണ്? സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. സെക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ, റെഡ്യൂസ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ പുറത്തെത്തിക്കും എന്നുള്ള ഒരു മീനിങ് ആണ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിനാപ്റ്റിക് നോബ് ഉണ്ടാക്കണം ഒരു സെക്രീഷൻ ആണ്. സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഒരു പുറത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എന്ത് പറയാം? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ഓക്കെ, ന്യൂറോണിന്റെ അടുത്ത് നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആരാ ഉണ്ടാക്കുക? സിനാപ്റ്റിക് നോബ്. ഓക്കെ, അത് എന്തിനാന്നുള്ളത് വളരെ ചുരുക്കത്തിൽ ഇപ്പൊ പറയാം, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട്. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് സിനാപ്സ്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ന്യൂറോണിന്റെ ഹെഡ് പാർട്ട്, അത് കഴിഞ്ഞാൽ ന്യൂറോണിന്റെ ടെയിൽ പാർട്ട്, ഇതേപോലെ അല്ലെ. അത് കഴിഞ്ഞാൽ അടുത്ത ന്യൂറോണിന്റെ ഹെഡ് പാർട്ട്. ഈ രണ്ട് ന്യൂറോണുകൾ ഞാൻ എവിടെയാണ് പറഞ്ഞത്? അഡ്ജസന്റ് ന്യൂറോൺ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത് അല്ലെ. ഈ ഹെഡ് പാർട്ടും ടെയിൽ പാർട്ടും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കണക്ട് ചെയ്യുന്നില്ല. അതിന്റെ ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാവും, ഒരു ഫ്രീ സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന്റെ ഇടയിൽ കൂടിയാണ് ഇമ്പൾസ് എന്ത് ചെയ്യാം? പാസ് ചെയ്യും. അപ്പൊ രണ്ട് സാധനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാതെ പാസ് ചെയ്യോ? ഇല്ല. ഒരു ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കുക രണ്ടാളുകളെ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ടാവും. ആ മീഡിയേറ്റർ ആണ് ആര്? ഈ സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. മനസ്സിലായോ? അഥവാ ന്യൂറോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെക്രീഷൻ ആണ് ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതാണ് ഇത് സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ദെൻ ലിസൺ. ഒന്നാമത്തെ ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ റിസീവ് ഇമ്പൾസ് ഫ്രം ദ അഡ്ജസന്റ് ന്യൂറോൺ. രണ്ടാമത്തെ ഭാഗം ഡെൻഡ്രോൺ ആണ്. ദ പ്രൊജക്റ്റഡ് സ്ട്രക്ചർ അല്ല, സെൽ ബോഡിയുടെ അടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഡെൻഡ്രൈറ്റിൽ റിസീവ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ദെൻ ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഫിലമെന്റ് ആണ്. ഈ ലോങ് ഫിലമെന്റ് ആണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ. എന്തായാലും ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് സെൽ ബോഡിയുടെ അടുത്തുള്ള ഇമ്പൾസിനെ എവിടെ എത്തിച്ചു കൊടുക്കും? ആക്സോണൈറ്റിന്റെ അടുത്ത് എത്തിച്ചു കൊടുക്കും അല്ലെ. ഇങ്ങനെ നമ്മൾ പറയാം റിസീവ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി
അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും സെൽ ബോഡി ഇമ്പൾസസ് receive impulses from the cell body to the outside. സെൽ ബോഡിന്റെ അടുത്ത് നിന്ന് ഇമ്പൾസിനെ വാങ്ങിയിട്ട് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് ആരെന്നെയാണ് ആക്സോണൈറ്റിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, then ആക്സോണൈറ്റ് branches of axon. ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ് ആര് ആക്സോണൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും സെൻഡ് ദ ഇമ്പൾസസ് ടു ദ ടു ദ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിന് എന്ത് കൊടുക്കും സിനാപ്റ്റിക് നോബിന് ആ ഇമ്പൾസിനെ പാസ് ചെയ്യും. ഓക്കെ, then last one is synaptic knob. synaptic knob ഒറ്റ പോയിന്റ് ഉള്ളൂ എന്താ secrete neurotransmitter. synaptic knob ഒറ്റ പോയിന്റ് ഉള്ളൂ എന്താണ് secrete neurotransmitter. secrete neurotransmitter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ന്യൂറോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഉള്ളിലുള്ള ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു സെക്രീഷൻ ആണ്. ആ സെക്രീഷനെ നമ്മൾ എന്ത് വിളിക്കുക സിനാപ്റ്റിക് നോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ പരിചയപ്പെടാം. ഈ പാർട്സിന്റെ ഫങ്ഷൻസും സ്പെസിഫിക്കേഷനും ഓരോന്നിലും 2 പോയിന്റ് ഉണ്ടാവും. സിനാപ്റ്റിക് നോബിൽ മാത്രം ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിനും എന്തുണ്ടാവും 2 പോയിന്റ് വീതം ഉണ്ടാവും. അത് എന്ത് ചെയ്യണം അത് പഠിക്കണം. ദെൻ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ആക്സോണിന്റെ പുറത്തൊരു സ്പെഷ്യൽ സെൽ പിക്ചറിൽ കാണാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഈ സെല്ലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. സെല്ലിന്റെ പേര് ഷ്വാൻ സെൽ. സെല്ലിന്റെ പേരെന്താണ് ഷ്വാൻ സെൽ. ഓക്കെ, സെല്ലിന്റെ പേര് ഷ്വാൻ സെൽ. ഷ്വാൻ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ആക്സോൺ ഒരു ലോങ് ട്യൂബ് ആണല്ലോ അല്ലെ, ആ ലോങ് ട്യൂബിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ, ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ആര് ഷ്വാൻ സെൽസ്. ഓക്കെ, ഈ ഷ്വാൻ സെൽസിൽ തന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആയി മാറുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഈ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഷ്വാൻ സെല്ലിനെ പറയാതെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ നിന്നായിരിക്കും ഷ്വാൻ സെൽസ് എന്നായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പുതുതായി ഈ ഇമ്പോർട്ടന്റ് പാർട്ടിന് പുറമെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സൈറ്റോപ്ലാസം ഒന്നുമില്ല, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ സെൽ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പിക്ചറിൽ കൊടുത്തതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പറയാം സെൽ ബോഡി, ഒരു ഔട്ടർമോസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്ത് പറയാം സെൽ ബോഡി എന്ന് പറയാം. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഇതിന്റെ കുറച്ചും കൂടി താഴെയുള്ള ഭാഗമാണ് ഇത് ഈ സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഷ്വാൻ സെല്ലാണ്. ഓക്കെ, ഷ്വാൻ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ, ആക്സോണിനെ കവർ ചെയ്യുന്ന ഒരു ലെയറിനെ നമ്മൾ എന്ത് വിളിക്കുക ഷ്വാൻ സെൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പോ നമ്മൾ പറഞ്ഞത് ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്. SSLC എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും പാർട്ട് ലാബിൽ ചെയ്യാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഭാഗം പഠിക്കാതെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് നെർവസ് സിസ്റ്റത്തിന് നമ്മൾ പരിചയപ്പെട്ടു. ആ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ന്യൂറോൺ ആണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ആ ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പോയി. അതിന്റെ ഇടയിൽ നമ്മൾ 2 ആളുകളെ പരിചയപ്പെട്ടു. സ്റ്റിമുലസ് എന്താന്ന് പരിചയപ്പെട്ടു, ഇമ്പൾസ് എന്താന്ന് പരിചയപ്പെട്ടു. ദെൻ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് അഥവാ ന്യൂറോണിന്റെ ഓരോ പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ഈ പിക്ചറിന് പുറമെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നല്ലോണം നോക്കണം. ആ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചില പോയിന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് വായിച്ചിട്ടും ഞാൻ പറഞ്ഞതും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ. അപ്പൊ നിങ്ങൾ എന്താ നോട്ടിൽ വർക്കായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് നെർവസ് സിസ്റ്റം എന്ന് എഴുതണം. ഫസ്റ്റത്തെ പോയിന്റ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് നെർവസ് സിസ്റ്റം. ദെൻ വാട്ട് ഈസ് ഇമ്പൾസ്, വാട്ട് ഈസ് സ്റ്റിമുലസ്, ഡിഫറെന്റ് എക്സാമ്പിൾസ് ഫോർ സ്റ്റിമുലസ്. ഓക്കെ, എന്ത് ചെയ്യണം സ്റ്റിമുലസിന് ഒരു 2-3 എക്സാമ്പിൾസ് എഴുതണം. ദെൻ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ വരക്കണം. ഡിഫറെന്റ് പാർട്ട് ലാബിൽ ചെയ്യണം. ആ ഡിഫറെന്റ് പാർട്ട് ലാബിൽ ചെയ്യുന്നതോടൊപ്പം ഇതിന്റെ ഫങ്ഷൻസ് എഴുതണം. ഓരോ പാർട്ടിനും 2 ഫങ്ഷൻസ് വീതമുണ്ട്. ആ ഫങ്ഷൻസ് എഴുതണം. ഒന്നുകൂടി പറയാണ് എന്തൊക്കെയാ പറഞ്ഞത്. ഈ വർക്ക് ഒരിക്കലും ചെയ്യാതിരിക്കരുത്. അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് A+ എന്നുള്ളത് വളരെ എളുപ്പമാവുള്ളൂ. ഇത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ചെയ്യേണ്ട വർക്കുകൾ ഒന്ന് എന്താണ് നെർവസ് സിസ്റ്റം, വാട്ട് ഈസ് നെർവസ് സിസ്റ്റം. ദെൻ വാട്ട് ഈസ് ഇമ്പൾസ്, ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി എന്താ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ വാട്ട് ഈസ് സ്റ്റിമുലസ്,
Then different examples for stimulus. Stimulus examples കൊടുക്കണം. Then structure of neuron. Neuron structure പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? Different parts label ചെയ്യണം. Okay. Thank you, my dear students.